അപ്പോൾ അവിടുന്ന് ഒരു 18ഓളം ബോഡി ഇപ്പോൾ രണ്ടാമതും കിട്ടിയ നമ്മൾ ഒരു പൊട്ടിയ സ്ഥലത്ത് നിന്ന് എടുത്തു വെച്ചതുണ്ട്. അത് അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടാണ് ഇപ്പുറത്ത് എത്തിക്കുന്നത്. അത് ഒരു അരമണിക്കൂറൊക്കെ ഓരോ ബോഡി എത്തിക്കാൻ വേണ്ടിയിട്ട് താമസം വരുന്നുണ്ട്. എന്നാലും എല്ലാ വാളണ്ടിയേഴ്സും അവിടെ സജ്ജമായി. ഓരോ ഡെഡ് ബോഡീൻ്റെ പേരുകൾ വിളിക്കുമ്പോഴും അവരെ ബന്ധുക്കൾ അലറി വിളിച്ചിട്ടാണ് ഇവിടെ വന്ന് അത് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഈ നിമിഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് വയനാട്ടുകാർക്ക്. ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവസ്ഥ വളരെ ഭീകരതയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ദൈവം രക്ഷിക്കട്ടെ. ആളുകൾ പറയുന്നത് വല്ലാത്തൊരു സങ്കടകരമായ സ്ഥിതി തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി. പരമാവധി സാധ്യമായ രീതിയിലൊക്കെ ഇന്ന് രാവിലെ ഈ അപകടം അറിഞ്ഞത് മുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തൽക്കാല രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുകയും കൂടെ ചേർന്നിട്ട് നമ്മളൊരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അതിലൂടെ ഏതാണ്ട് 700-800ഓളം ആൾക്കാരെ നമ്മൾ സേഫായിട്ട് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഉള്ള റിസോർട്ടുകളിൽ, അതായത് മുണ്ടക്കൈ ഭാഗത്തുള്ള റിസോർട്ടിനകത്ത് കുടുങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ നേരത്തെ പറഞ്ഞ ആ 800 പേരിൽ അവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആശങ്കകൾ ഒരു പരിധിവരെ ഒഴിഞ്ഞെന്ന് നമുക്ക് തീർത്തും പറയാനാവില്ല. കാര്യം ഇതെല്ലാം മഴയുടെയും ഇനി ഫർദറായിട്ട് എന്തെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ രാവിലെ മുതൽ വളരെ ശക്തമായ മഴയൊന്നും പെയ്തില്ല. അത് നമ്മുടെ രക്ഷാപ്രവർത്തനം കുറച്ച് എളുപ്പമാക്കി. ഇനിയും ചിലപ്പോൾ മഴ ഉണ്ടാകാം. അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ബാക്കിയുള്ള നാളത്തെ രക്ഷാപ്രവർത്തനം.